ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഗ്രിൽ ചിക്കൻ ആട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണിത്. നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ ഓവനും ഗ്രില്ലൊന്നും ഇല്ലാതെ ഫ്രൈങ് പാനിലാട്ടോ ഈ ഒരു ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡും കൂടെ കാണിക്കുന്നുണ്ട്. ഈ രണ്ട് റെസിപ്പീസ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഗ്രിൽ ചിക്കനാണിത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിലേറെ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഈ പെരി പെരി ചിക്കനെക്കാട്ടിലും കുറച്ചും കൂടെ ടേസ്റ്റാണ് ഈ ഒരു ഗ്രിൽ ചിക്കന്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. 3 പീസ് ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 450 ഗ്രാമാണ് വരുന്നത്. ചിക്കൻ്റെ തൈ പീസും ലെഗ് പീസും കൂടെ ഉള്ള ഭാഗമാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ്റെ ഭാഗം എടുക്കാം. ഇനി ഫുൾ ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ചിക്കന് നമ്മൾ കഴുകിയെടുക്കുമ്പോൾ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കന് നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും. ചിക്കൻ്റെ ആ ഒരു സ്മെല്ലും മാറിക്കിട്ടും കേട്ടോ. പിന്നെ നമുക്കിത് മസാല കൂട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നാടൻ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരളവിലേക്ക് ഒരു 10 എണ്ണം എടുക്കാം. പിന്നെ അതിലേക്കൊരു 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചിക്കന്, ഒരു പ്രത്യേക ഫ്ലേവറാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ നോർമൽ ഷുഗർ തന്നെ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണ് നാരങ്ങാനീരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് ഒരുപാട് പേസ്റ്റാക്കി അരച്ചെടുക്കണ്ട കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഉണ്ട് നമ്മൾ മസാല റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു മസാല ഞാനിതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കനിലേക്ക് പാകത്തിലുള്ള ഉപ്പാട്ട ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാനുണ്ട്. ഈ ഒരു ചിക്കനിൽ നാരങ്ങൻ്റെ ടേസ്റ്റും മല്ലിയിലിൻ്റെ ടേസ്റ്റും ഒറിഗാനോൻ്റെ ടേസ്റ്റുമാണ് കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണിത്. ഈ ഒരു മസാല നമുക്ക് ഈ ഒരു ചിക്കന് പാനിൽ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. 1 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാതും കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു മസാല നമുക്ക് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമ്മൾ ആ വരയിട്ട് കൊടുത്തിട്ടുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ഈ ഒരു മസാല തേച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു മസാല ഈ ഒരു 3 ചിക്കനിലേക്ക് കറക്റ്റാണ്. ഞാൻ ഈ ഒരു 3 ചിക്കനിലും മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കന് നമ്മൾ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂറാട്ടോ ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ അയണ്ട തവ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ എടുക്കാം കേട്ടോ. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 25 ഗ്രാം ബട്ടറായിട്ട് എടുത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ആദ്യം കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 3 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ആദ്യം ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സാലഡ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി സാലഡാണ് കേട്ടത്. ഈ ഒരു സാലഡ് ഡ്രസ്സിങ് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു സാലഡ് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു 3 കക്കരിക്ക എടുത്തിട്ടുണ്ട്. കക്കരിക്ക നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പഴുത്ത മാങ്ങയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പഴുത്ത മാങ്ങ എടുക്കരുത് കേട്ടോ. ഒരു മീഡിയം പഴുപ്പുള്ള മാങ്ങ എടുത്താൽ മതി. അപ്പോൾ മാങ്ങ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ പീസായിട്ട് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഇപ്പോൾ ഒരു വലിയ തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. തക്കാളി ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് പഴുത്ത് അലിഞ്ഞു പോയിട്ടുള്ള തക്കാളി എടുക്കരുത് കേട്ടോ. നമുക്കിങ്ങനെ ക്രഞ്ചിയായിട്ട് കടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തക്കാളിയായിട്ട് എടുക്കേണ്ടതും. അപ്പോൾ തക്കാളി കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ്. ഇപ്പോൾ ഒരു വലിയ ക്യാരറ്റായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ക്യാരറ്റ് നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഈ ഒരു ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം.
നമ്മൾ 3 വെജിറ്റബിളും ഒരു ഫ്രൂട്ടും ആണ് എടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും സാലഡ് ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ് ഡ്രസ്സിങ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തേനാണ്. അപ്പോൾ തേൻ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തേൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേൻ ഇതാ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നാരങ്ങാനീരാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സാലഡിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കൊടുക്കുന്നത് ഈ ഒരു മിൻറ്റ് ലീവ്സ് ആണ് കേട്ടോ. അപ്പോൾ മിൻറ്റ് ലീവ്സ് ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതാക്കി അരിഞ്ഞാട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. സാലഡിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു സാലഡ് ഡ്രസ്സിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മിൻറ്റ് ലീവ്സിൻ്റെ ടേസ്റ്റ് വന്നിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാതും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ തേനിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറവാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ തേന് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സാലഡ് ഡ്രസ്സിങ്ങിൽ എരിവും തേനിൻ്റെ ടേസ്റ്റൊക്കെ ഒരുപോലെ വരണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാലഡ് ഡ്രസ്സിങ് നമുക്ക് സാലഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു സാലഡ് ഡ്രസ്സിങ് നമ്മൾ ഈ ഒരു സാലഡ് സെർവ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഈ ഒരു വെജിറ്റബിൾസിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങും, ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട്. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്ന ടൈമിൽ മാത്രം ഈ ഒരു സാലഡ് ഡ്രസ്സിങ് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു സാലഡിന് വേണ്ട വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെ സെർവ് ചെയ്യുന്ന ടൈമിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സൂപ്പർ സാലഡാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കി. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സാലഡാണിത്. ചിക്കൻ ഇതാ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റാണ് കേട്ടോ ഈ ഒരു ചിക്കനിന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഇടയ്ക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് തീരെ ഓയിലും ബട്ടറും യൂസ് ചെയ്യാതെ ഈ ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എയർ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊരു 180-ൽ 20 മിനിറ്റാണ് കേട്ടോ നിങ്ങൾ എയർ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതൊരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. എയർ ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. കുറേ പേര് എയർ ഫ്രൈ റെസിപ്പീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചിക്കൻ അടിപൊളിയായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സോസും കൂടെ വേണം. ഈ ഒരു സോസും കൂടെ വരുമ്പോഴാട്ടോ ഈ ഒരു ഗ്രിൽ ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു സോസിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് മല്ലിയില അരിഞ്ഞതാണ്. 2 ടേബിൾ സ്പൂണ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരല്പം ഉപ്പ് കുറവാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ ഉപ്പ് വരുന്നതാണ്. അപ്പോൾ ഞാനൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സോസ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു സോസ് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ചിക്കനിൽ ചൂടോട് കൂടി തന്നെ കേട്ടോ നമ്മൾ ഈ ഒരു സോസ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു സോസ് ഈ ഒരു ചിക്കനിലേക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കനിൽ ചെറിയൊരു മധുരവും എരിവും എല്ലാം കൂടി വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഒരു ഒറിഗാനോൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ചിക്കനൊക്കെ ഇതാ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ചിക്കൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്, പുറം ഭാഗം നല്ല ക്രഞ്ചി ആയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു സോസും കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. നമുക്കിത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. റൈസിൻ്റെ കൂടെ, ചപ്പാത്തി, പൊറോട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു സാലഡിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാലഡും ഈ ഒരു ചിക്കനും അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ ഈ 2 റെസിപ്പിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.